Greetings in the name of the Lord and Savior Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. It's a great joy to see the saints across the world. It's a great joy to see the believers who are washed in the blood of Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളുടെയും മുമ്പാകെ ഞാൻ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. I keep traveling to different places, different states. പല സംസ്ഥാനങ്ങളിലായിട്ട് സഹോദരൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. But wherever I go, if possible, Sunday worship. I join the local assembly and worship the Lord. എവിടെ ആയിരിക്കുന്നു ആ സ്ഥാനത്തുള്ള പ്രാദേശിക സഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് പതിവ്. At the outset, I thank the elders of this assembly who have invited us to join the fellowship. ഈ സഭയിലെ മൂപ്പന്മാരോട് ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ആരാധിക്കുവാനും അതുപോലെ ഈ ഒരു അവസരം തന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. And not just that, they offered me to share the word also. ദൈവവചനം സംസാരിക്കുന്നതിനുള്ള ഒരു അവസരം തന്നതിനായിട്ട് നന്ദി അറിയുന്നു. I thank God and thank the elders of this assembly also. ഈ സഭയിലെ മൂപ്പന്മാർക്കുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. So once one preacher was preaching like this, ഒരു പ്രഭാഷകൻ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. He had a French beard. Of course, I do have a French beard. ആ സംസാരിച്ച വ്യക്തിയുടെ ഒരു താടി എന്ന് പറയുന്ന ഈ രീതിയിൽ ഫ്രഞ്ച് താടിയായിരുന്നു അദ്ദേഹം സഹോദരനുള്ളതുപോലെ. And as he was preaching, one woman, elderly woman, she was crying, she was shedding tears. സഹോദരൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുതിർന്ന സഹോദരി അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടു. Oh, he thought his message is so powerful, touching her. ആ പ്രഭാഷകനെ ചിന്തിച്ചു, അത്രയും ശക്തിയുള്ള പ്രസംഗമാണ് താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ധാരണയിൽ അത് സഹോദരനെത്തി. After the message, he went to her. Benji, aapko madam sandesh acha laga kya? ആ സഹോദരന്റെ അടുത്ത് ചെന്ന് ആ സഹോദരിയുടെ അടുത്ത് ചെന്നിട്ട് പിന്നീട് സഭായോഗം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുകയും നല്ല പ്രസംഗം നന്നായിരുന്നു എന്നുള്ളത് ചോദിക്കുകയുണ്ടായി. What she told her? എന്താണ് ആ സഹോദരി പറഞ്ഞതെന്നറിയാവോ? I could not follow your message at all. സഹോദരൻ പറഞ്ഞ പ്രസംഗം എനിക്ക് കേൾക്കുക അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. And he was in the confusion. Then why did you cry? അപ്പൊ ഈ സഹോദരന് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്തുകൊണ്ടാണ് അപ്പൊ പിന്നെ എന്തിനാണ് കരഞ്ഞതെന്ന് ഇങ്ങനെ ചോദിച്ചു. When I saw your French bird, സഹോദരന്റെ ആ താടി കണ്ടപ്പോ, recently my baby goat, she died. ആ സഹോദരിയുടെ ഒരു കുഞ്ഞാട് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ചത്തുപോയി. That goat also had a beard like you. ആ ആട്ടിൻകുട്ടിക്കും ഇതുപോലെ ഒരു താടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. I was recollecting and crying. അത് ഓർമ്മിച്ചിട്ടാണ് ഈ സഹോദരി കരഞ്ഞെന്നാണ് പറഞ്ഞത്. Okay, that's only to just prepare. ഓക്കെ, ജസ്റ്റ് ആമുഖമായിട്ട് അത് പറഞ്ഞതേ ഉള്ളൂ. My topic is not that. എന്റെ വിഷയം എന്ന് പറയുന്നത് അതല്ല. My topic goes into Jeremiah, book of Jeremiah, 9th chapter. യിരെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് തിരിയാം. 24th verse. 24-ാമത്തെ വാക്യം. I can read in യിരെമ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. Here the Lord says He will delight in the people who know Him diligently. ഇവിടെ ഈ വാക്യത്തിലൂടെ ബന്ധത്തിൽ ദൈവം പറയുകയാണ്, ദൈവം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും തന്നെ ആത്മാർത്ഥമായി അറിയുന്നവരിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തിയിലാണ് താൻ പ്രശംസിക്കുന്നതെന്നാണ്. Knowing the Lord is a vast subject. കർത്താവിനെ അറിയുക എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. എങ്കിലും the problem is the believers, no? വിശ്വാസികളോടുള്ള അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? Will there be problem with the believers? അതിലെന്തെങ്കിലും പ്രശ്നം വിശ്വാസികൾക്കുണ്ടോ? Yes, there is a problem. ഒരു പ്രശ്നമുണ്ട്. We all have come to know the Lord as our personal savior. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് നാം ജീവിതത്തിൽ സ്വീകരിച്ചു. Great. അത് വലിയ കാര്യം തന്നെയാ. But the problem is we stop there only. അവിടെ തന്നെ നാം ആയിരിക്കുന്നു, ആ രീതിയിൽ തന്നെ ആയിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. We are not trying to know the Lord in deep. കർത്താവിനെ ആഴത്തിൽ കൂടുതലായി അറിയുവാനായിട്ട് നാം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. The book of Jeremiah says the Lord is looking for those people who know Him diligently. മനഃപൂർവ്വമായിട്ട് കർത്താവിനെ അറിയുന്നവരിൽ, ഗ്രഹിച്ചറിയുന്നവരിൽ പ്രസാദിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. Yeah, let us not stop. We know the Lord as our Savior. Let's not stop there.
കർത്താവിനെ നാം സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, അതുകൊണ്ട് മാത്രം നാം അവിടെ നിർത്തരുത്, അതിൽ നിന്ന് മുന്നോട്ട് നാം പോകണം. Yeah, this morning I'm not going to do all the character qualities of Lord. കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ എല്ലാ ഗുണവശങ്ങളിലേക്ക് ഞാൻ ഇന്ന് പോകാൻ ആഗ്രഹിക്കില്ല. It's not possible. It takes lifetime to know the Lord. It takes lifetime. ഒരുപക്ഷെ കർത്താവ് അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാനായിട്ട് ഒരു ജീവിതകാലം മുഴുവൻ എടുത്താലും അതിന് മതിയായി തീരത്തില്ല. But one quality I would like to mention this morning. എന്നാൽ ഈ പകൽക്കാലം ഞാൻ ഒരു സ്വഭാവ ഗുണം മാത്രം പരാമർശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. The Lord is Lord. The God is God of manners. ദൈവം നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്, നല്ല ഗുണങ്ങളുള്ള വ്യക്തിയാണ്. Yeah, our God is very decent. അവൻ നല്ലവനായ വ്യക്തിയാണ്. There is no indecency in the Lord. അവനിൽ യാതൊരു മോശമായിട്ടുള്ള സ്വഭാവങ്ങളും അവനില്ല. Today the manners, the decency is lost in the family, in the churches, in the society. എന്നാൽ ആ നല്ല സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങളൊക്കെയും സഭയിലായാലും സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. If anybody wants to learn decency, where should they go? ആർക്കെങ്കിലും നല്ല ശീലങ്ങൾ, നല്ല സ്വഭാവങ്ങൾ പഠിക്കണമെങ്കിൽ അവർ ആരടുത്ത് പോകണം? We need to go to the Bible, the Word of God. നാം ദൈവവചനത്തിലേക്ക്, ദൈവത്തിന്റെ വാക്കുകളിലേക്ക് നാം പോകേണ്ടത് ആവശ്യമാണ്. Let me turn your attention to Genesis 3rd chapter. നിങ്ങളുടെ ശ്രദ്ധയെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് ഞാൻ തിരിക്കുകയാണ്. For first to 10 verses we read. ആദ്യത്തെ 10 വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. As the time constraint is there, you can read only first 4 verses. ആദ്യത്തെ 4 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. Thank you. Here we see the first chapter of the 3rd chapter of Genesis, the first book. നമ്മുടെ ആദ്യത്തെ പുസ്തകമായിട്ടുള്ള ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോ, the Lord God made the Eden garden and brought Adam and Eve in this garden. ദൈവം ഏദൻ തോട്ടം സൃഷ്ടിക്കുകയും ആ ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെയും അവിടെ ആക്കി വെക്കുന്നു. And the Lord told them to eat the fruit of any tree. ദൈവം അവരോട് പറഞ്ഞത് എല്ലാ വൃക്ഷത്തിലെയും ഫലങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം, except one tree. ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്. And it seems that they were every day they were coming into the Garden of Eden. നമുക്ക് മനസ്സിലാവുന്നത് അവരെല്ലാ ദിവസവും ഈ ഏദൻ തോട്ടത്തിലേക്ക് വരുമ്പോ, they were in the Garden of Eden only. അവര് ഏദൻ തോട്ടത്തിൽ തന്നെ ആയിരുന്നു. They were eating all the fruits of all the trees. അവരെല്ലാ വൃക്ഷത്തിനെയും ഫലങ്ങൾ തിന്ന് വരികയായിരുന്നു, except which is at the center. എന്നാൽ ആ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം അവർ ഭക്ഷിച്ചിട്ടില്ല. The serpent is very subtle. സാത്താൻ അവിടെ വളരെ സൂക്ഷ്മബുദ്ധിയോടുകൂടി അവൻ വരികയാണ്. Do you think that the Lord, the serpent knows about instruction given to Adam and Eve? Can I ask the question? സാത്താൻ അറിയാമായിരുന്നോ ദൈവം എന്താണ് അവരോട് പറഞ്ഞെന്നുള്ള കാര്യം? സാത്താന് അറിയാമായിരുന്നോ ആദാമിനും ഹവ്വയോട് പറഞ്ഞ കാര്യത്തെ കുറിച്ച് അറിയാമായിരുന്നോ? Do you think anybody has got answer? അറിയാമായിരുന്നോ? Do the serpent knows the instruction given to Adam? ആദാമിന് ദൈവം കൊടുത്ത ആ ഇൻസ്ട്രക്ഷൻസ്, നിബന്ധനകൾ സാത്താൻ അറിയാമായിരുന്നോ? No. God is decent. He will not shout, "Hey Adam, don't eat the fruit which is in the center." He will not shout like that. ദൈവം അവരോട് ഉച്ചത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കാൻ പാകത്തിലല്ല ദൈവം അവരോട് പറഞ്ഞത്. ഇവര് രണ്ടുപേരോടുമാണ് കർത്താവ് അല്ലെങ്കിൽ യഹോവ അരുളി ചെയ്തത്. He instructed privately to Adam not to eat the fruit of that particular tree. ഈ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത് എന്നുള്ളത് ആദാമിനോടും ഹവ്വയോടും വ്യക്തിപരമായിട്ടാണ് ദൈവം പറഞ്ഞത്. Every day Adam and Eve were coming to all the trees except the center. ഒരുപക്ഷെ ആദാമും ഹവ്വയും എല്ലാ വൃക്ഷത്തിന്റെ ഫലവും ഇങ്ങനെ കഴിച്ചവര് ചുറ്റും ഇങ്ങനെ നടന്നു വരുന്നു. ആ നടുവിലുള്ള വൃക്ഷം ഒഴികെ ഇങ്ങനെ കഴിക്കാതെ വരികയായിരുന്നു. Serpent had got a doubt. ഒരുപക്ഷെ സാത്താന് ആ സംശയം അവിടെ ഉണ്ടായിട്ടുണ്ടാവും. The first question begins with yeah. Is there any question that begins like that? You see, അവിടെ
ഒന്നാം വാക്യം അവിടെ അത് സ്ത്രീയോട് തോട്ടത്തിൽ യാതൊരു വൃക്ഷത്തിന്റെ ഫലം യാ എന്ന് പറഞ്ഞുള്ള വാക്കാണ് അവിടെ ആദ്യം ആ ക്വസ്റ്റ്യനിൽ തുടങ്ങുന്നത് The ഇംഗ്ലീഷിൽ. serpent was thinking inside, there must be some tree that God has warned him. So he wanted to find out, is it any tree that God has told you not to eat? അവിടെ സാത്താൻ അവരോട് തന്നെ ചോദിക്കുകയാണ്, ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് സാത്താൻ അവരോട് ചോദിക്കുന്നുണ്ട്. Then sometimes we feel pity about the animals, no? They don't have mouth to speak. നമ്മള് പലപ്പോഴും മൃഗങ്ങളോട് നമുക്കൊരു സഹതാപം തോന്നുവാറുണ്ട്, അവർക്ക് സംസാരിക്കാനായിട്ട് ഒരു കഴിവില്ലല്ലോ എന്ന് വിചാരിച്ചു. We pity them. എത്ര പാവങ്ങളാണല്ലേ. Good. See, the one ability they could speak, they spoiled the creation. ഒരു പ്രാവശ്യം ആ സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തപ്പോ അവര് സൃഷ്ടി ഏത് രീതിയിലാക്കി എന്നുള്ളത് നമ്മൾ കണ്ടത്. Later in scripture we see the donkey could speak. അത് നമ്മൾ പിന്നെ തിരുവഴുത്തിൽ കാണുന്നുണ്ട്, കഴുത സംസാരിച്ചതിനെ കുറിച്ച്. Different subject. But now the serpent is asking Eve, ഇവിടെ സാത്താൻ ഹൗവയോട് ചോദിക്കുകയാണ്, is any tree that God told you not to eat? ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? What was her reply, brother? See in fourth verse, I think. Third verse. മൂന്നാം വാക്യം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഹൗവ അവിടെ മറുപടി പറയുകയാണ്. Now, I worked as a lecturer, a teacher for many years. സഹോദരൻ അനേക വർഷങ്ങളായിട്ട് താൻ ഒരു അധ്യാപകനായിട്ട് അല്ലെങ്കിൽ ലെക്ചറായിട്ട് സേവനം അനുഷ്ഠിച്ചിരിക്കുന്ന വ്യക്തിയാണ്. The habit of posing questions is not gone. ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ശീലം തനിക്കുണ്ട്. I can ask you one question. What was the first sin that Adam and Eve did? Sin that Adam Eve has done. ആദം ഹൗവയും ചെയ്ത ആദ്യത്തെ പാപം എന്താണ് എന്നതാണ് ചോദ്യം. Can I expect answer from anybody? നിങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു. What was the first sin done by Eve? ഹൗവ ചെയ്ത ആദ്യത്തെ പാപം എന്താണ്? Oh, thank you, brother. You got it. Thank you. നന്ദി. ആ സഹോദരൻ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. What was the extra word? എന്തായിരുന്നു ചില വാക്കുകൾ ഹൗവ അവിടെ ആഡ് ചെയ്തത്? Yeah. See, the Lord, she says, even if you touch also we die. ദൈവം പറഞ്ഞതല്ലാതെ അവര് തൊടുകയും അരുത് എന്നൊരു വാക്കുകൂടെ ഹൗവ അവിടെ കൂട്ടിച്ചേർക്കുകയാണ്. I was analyzing this passage thoroughly, I mean, to my extent. സഹോദരൻ മനസ്സിലാവുന്ന രീതിയിൽ ഇത് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോ, before they ate the fruit, there are some mistakes they have done. ആ ഫലം വൃക്ഷം കഴിക്കുന്നതിന് മുൻപ് തന്നെ പല തെറ്റുകളും അവരവിടെ ചെയ്തു വരികയാണ്. Whatever seems to be dangerous, we should not go near to that. നമുക്ക് അപകടം ഉണ്ടാവുന്ന ഏതൊരു കാര്യം ഉണ്ടെങ്കിൽ അതിനോട് അടുത്ത് തന്നെ നാം പോകാതിരിക്കുന്നതാണ് നല്ലത്. You find it 1 Thessalonians 5:22. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. So why should they come close to the center where the tree is there? അവിടെ ആ നടുവിലുള്ള വൃക്ഷം നിൽക്കുന്നതിന്റെ സമീപത്തേക്ക് അവർ എന്തുകൊണ്ടാണ് അവരെ എത്തിച്ചേർന്നത്? They have come. അവർ വന്നു. When the reply was, when the question was posed by serpent, what was the Eve's reply? അവിടെ ആ ചോദ്യം സാത്താൻ ഹൗവയോട് ചോദിക്കുമ്പോൾ എന്താണ് ഈ ഹൗവ അവിടെ മറുപടി പറയുന്നത്? The question is one word answer. അവിടെ ആ ചോദ്യം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ടുന്ന ഒരു ചോദ്യമായിരുന്നു. What was the Eve reply? എന്നാണ് പക്ഷെ ഹൗവ അവിടെ മറുപടി നൽകിയത്. reply. എന്നാൽ ഒരു ദീർഘമായിട്ട് ഒരു വിശദീകരണമാണ് അതിന് ഉത്തരമായിട്ട് ഹൗവ നൽകിയത്. Anything that God has told you not to eat? ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. Which is in the center. The Lord told us not to eat. ആ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നുള്ളത് മാത്രം മറുപടി മതിയായിരുന്നു. There it would have ended the problem. ഒരുപക്ഷെ അത് ആ പ്രശ്നം അവിടെ നിന്ന് തീരുവാൻ സാധ്യതയുണ്ടായിരുന്നു. They have come close to the vicinity. എന്നാൽ അവർ അതിന് സമീപത്തേക്ക് വരികയും, second thing, undue reply. അവർ ചോദിക്കാത്ത ചോദ്യത്തിനോട് കൂട്ടിച്ചേർത്ത് മറുപടി പറയുന്നു. ഒരു വലിയ മറുപടി അവിടെ നൽകുന്നു. Even if you touch. ഒരു തൊടുകയും അരുത് എന്നുള്ള വാക്ക് അവിടെ കൂട്ടിച്ചേർന്നു. Genesis, Revelation have got relation. ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. Read a letter. Genesis 22:18. 22-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 22-ന്റെ 18-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. Our brethren are good at scripture. They may be lying now. 22:18. 22-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ്: ഈ പുസ്തകങ്ങളിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷിയിരിക്കും, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ
ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. You cannot add, you cannot remove anything from the word. ആ ദൈവവചനത്തിൽ നിന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആർക്കും അധികാരമില്ല. What she did, എന്നാൽ ഹവ്വയുടെ എന്താ ചെയ്തത്? she added. അവൻ ചില കാര്യങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ് If ഹവ്വ you see ചെയ്തത്. what instruction God gave, 2:17. Genesis 2:17. രണ്ടാമധ്യായം ഉൽപ്പത്തി പുസ്തകം 2:17 ദൈവം അവിടെ പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ കൽപ്പനയുണ്ട്. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. The day you eat, you shall die. തിന്നുന്ന നാളിൽ നീ മരിക്കും. He didn't say the day you touch. നീ തൊടുന്ന നാളിൽ എന്നുള്ളതല്ല അവിടെ കർത്താവ് ദൈവം പറഞ്ഞത്. So Eve added to that, even if you touch also will die. നീ അത് തൊടുന്ന സമയത്ത് തന്നെ മരിക്കും എന്നുള്ള രീതിയിലാണ് ഹവ്വ അവിടെ മറുപടി നൽകുന്നത്. Then let's see, then the conversation went on. The serpent said, you will not die at all. അവിടെ അപ്പൊ ആ സംഭാഷണം ഇങ്ങനെ നീളുകയാണ്. നീ ഒരിക്കലും മരിക്കില്ല എന്ന് പറഞ്ഞ് സാത്താൻ പറയുന്നു. God knows that the day you eat, you will be like God. അവിടെ നീ കഴിക്കുന്ന നാൾ നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറയുന്നു. Then she would have told, God already made us in his image. Then what is that we are going to get? ഹവ്വയ്ക്ക് അവിടെ മറുപടി പറയാമായിരുന്നു. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ഇപ്പോൾ തന്നെ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, പിന്നെ എന്തിനാണ് പിന്നെ She ഇങ്ങനെ didn't ആകുന്നത്? say that. അവൾ അങ്ങനെ മറുപടി പറഞ്ഞില്ല. Rather, she obeyed and took the fruit. എന്നാൽ സാത്താൻ പറയുന്നതനുസരിച്ച് അവൾ ആ ഫലം പറിച്ചെടുക്കുകയാണ് ചെയ്തത്. According to her own word, what should have happened? അവൾ ആ സ്വന്തം വാക്കുകൾ അവിടെ ആടിയത് Now you should be able to tell me. Now she plucked the fruit. ഇപ്പൊ അവള് ആ ഫലവൃക്ഷം പറിച്ചു. Then what should happen? According to her Eve's word, she should have died. അവൾ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ഈ പറിച്ച സമയത്ത് തന്നെ She മരിക്കണ്ടേ? didn't die. പക്ഷെ ആ സമയത്ത് അവൾ മരിച്ചില്ല. The Satan has got the ground. You said you eat, you touch, you will die, but you didn't die. Even if you eat also, you will not die. ഇപ്പൊ സാത്താൻ തന്നെ പറഞ്ഞാണ്, നീ തൊടുക മരിക്കുമെന്നല്ലേ പറഞ്ഞു, ഇപ്പൊ മരിച്ചില്ലല്ലോ എന്ന് സാത്താൻ തന്നെ ഒരുപക്ഷെ പറയുന്നുണ്ടാവും. God. And she ate the fruit and gave to Adam also. അവൾ ആ ഫലം പറിക്കുകയും പിന്നെ അത് ആദാമിന് കൊടുക്കുകയും ചെയ്തു. They disobeyed. അവരനുസരണക്കേട് കാണിച്ചു. Sin, the trespassing of God's commandment is a sin. ദൈവത്തിന്റെ കൽപ്പനകളെ അവര് ധിക്കരിക്കുകയാണ് അവിടെ ചെയ്തത്. And both found themselves naked and they were in the Garden of Eden. അവർ നഗ്നനായി തീർന്നു. അവർ ആ ഏദൻ തോട്ടത്തിൽ ആയിരിക്കുകയാണ്. We see the 8th verse. Genesis 3:8. മൂന്നാമത്തെ എട്ടാം വാക്യത്തിൽ വരുമ്പോൾ, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യരും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. Here we see they heard the moving sound of the voice of the Lord. അവര് ആ സമയത്ത് യഹോവയായ ദൈവത്തിന്റെ ശബ്ദം ഒച്ച അവർ കേൾക്കുകയാണ്. Do you think that, see, God is very decent God. ദൈവം ഒരു മാന്യതയുള്ള He വ്യക്തിയാണ്. made the sound purposely, intentionally. അവർ ആ ഒച്ച മനഃപൂർവ്വമായിട്ട് തന്നെ അവിടെ ആ ഒച്ച ഉണ്ടാക്കി ദൈവം അവിടെ The വരികയാണ്. Lord God knew everything what is happening in Adam and Eve. ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ദൈവത്തിന് വ്യക്തമായി അറിയാം. He knew that they ate and they are naked, they are trying to hide. അവര് നഗ്നരായി തീർന്നു, അവര് ഒളിച്ചിരിക്കുകയാണെന്ന് ദൈവത്തിന് വ്യക്തമായി അറിയാം. Why the sound is made here? എന്തുകൊണ്ടാണ് അവിടെ ഒച്ച If you look at it, they wouldn't have all scented it to the Swaramu Vini. That word is there. How is it in Malayalam? നടക്കുന്ന ഒച്ച അവർ കേട്ടു. See, that sound, the walking sound of the Lord, they heard. അവര് കർത്താവ് അല്ലെങ്കിൽ യഹോവ നടക്കുന്ന ഒച്ച അവർ കേട്ടു. If the Lord doesn't make that sound, what would have happened? കർത്താവ് ഒരു ഒച്ച ഉണ്ടാക്കാതെ സൈലന്റ് ആയിട്ടാണ് ദൈവം അവിടെ വന്നിരുന്നുവെങ്കിലോ, Maybe Adam and Eve would have come in front of him. ഒരുപക്ഷെ അപ്പൊ തന്നെ ആദമും ഹവ്വയും അവിടെ മുമ്പിൽ പെട്ടുപോയ, ദൈവത്തിന് മുമ്പിൽ വന്നുപോയ. For God, it's not a problem. He knows, He only built them. He knows everything. കർത്താവിന് അത് നേരത്തെ, ദൈവത്തിന് കറക്റ്റ് ആയിട്ട് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ അറിയാം. But they will be put in an embarrassing condition. അവര് വളരെ മോശമായ അവസ്ഥയിലാണ് അവരായിരിക്കുന്നത്. Our God is very decent. അവര്, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് മാന്യനായ ദൈവമാണ്. He respected their privacy. അവരുടെ പ്രൈവസി അവൻ ബഹുമാനിക്കുന്ന ദൈവമാണ്. That's why the sound is made. അതുകൊണ്ടാണ് അവിടെ ഒരു ഒച്ച ഉണ്ടായത്. So that they may not come in front of him by default. അവര് സ്വതവേ തന്നെ വന്ന് അവിടെ മുമ്പിൽ പെട്ടുപോകണ്ട എന്നുള്ള ഒരു ധാരണ ദൈവത്തിനുണ്ടായിരുന്നു. If God thinks he can straight away, he can go into the bushes also, no? Can anybody stop? ഒരുപക്ഷെ ദൈവത്തിന് തന്നെ നേരെ ചെന്ന് അവർ ഇരിക്കുന്ന സ്ഥലത്ത് പോകാമായിരുന്നില്ലേ? He can, but he will not do anything against his nature.
പക്ഷേ ദൈവം അവിടെ അത് മനഃപൂർവ്വമായിട്ട് അവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് അവന്റെ സ്വഭാവത്തെ അവിടെ Our കാണിക്കും. God is decent God. നമ്മുടെ ദൈവം മാന്യതയുള്ള ദൈവമാണ്. Today we feel that we have invented calling bell. നമ്മളിപ്പോ കോളിംഗ് ബെൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മള് വീടുകളിലൊക്കെ The ഉണ്ടല്ലോ. Lord has done it. ദൈവമാണ് അത് ആദ്യം ചെയ്തത്. He made the sound. അവൻ ഉച്ച അവിടെ ഉണ്ടാക്കുക. And we see this word in Acts 10th chapter, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നാം കാണുന്നത് 38 verse. I think. Acts 10:38. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാമത്തെ വാക്യം. Yeah, read the- നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. Here our God is a God of movement. Our God is not a monument. കർത്താവ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഒരിടത്ത് ഇരിക്കുന്ന ഒരു ശില്പമല്ല. അവൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. He moves around. അവൻ അവിടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. Why? To do the good to those who are offended, afflicted by Satan. എന്തുകൊണ്ടാണ് അവൻ അവിടെ നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കിക്കൊണ്ടിരുന്നത്? Yeah, you see, God knew that Adam and Eve have sinned, ആദാം ഹവ്വയും കണ്ടു എന്നുള്ളത് ദൈവം മനസ്സിലാക്കി. and He wanted to save them, അവരെ രക്ഷിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ and പദ്ധതിയായിരുന്നു. He came to them. അവരുടെ അടുക്കലേക്ക് ദൈവം ചെല്ലുകയാണ്. It's not that man should go to God. മനുഷ്യനല്ല ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നത്. God only is coming to save the perished people. നശിച്ചു പോകുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് ദൈവമാണ് അങ്ങോട്ട് ഇറങ്ങി വന്നത്. Because our God is a living God. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. He is a movement, not a monument. അവൻ ഒരിടത്ത് ഇരിക്കുന്ന നിശ്ചലനായ ദൈവമല്ല, അവൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവമാണ്. See, people go to some places, like our people. People go to Tirupati or some other place. Why? നമ്മുടെ ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലുള്ള ആൾക്കാര് തിരുപ്പതി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ സഞ്ചരിച്ചിങ്ങനെ പോകും. Come to them. തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലം അവരുടെ അടുക്കലേക്ക് വരികയല്ലല്ലോ. No, it's a monument. We have to go and see there itself. അവരവിടെ തന്നെ ഇരിക്കുന്ന ആ ഒരു വസ്തുവാണ് ഈ തിരുപ്പതി എന്ന് പറയുന്നത്. അവരങ്ങോട്ട് കാണാനായിട്ട് പോവാ. Brother, glad our God is not a monument, it's a movement, it's a living God. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഒരിടത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവമല്ല. ദൈവം നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അടുക്കലേക്ക് വരുന്ന ദൈവമാണ്. He loved us so much so. നമ്മളെ അത്രയധികം സ്നേഹിക്കുന്ന ദൈവമാണ്. He has come down from heaven to earth അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു to save us. നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി. We see the Trinity's role, the Father, Son, and let's read the 9th verse. 9-ാം വാക്യം, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. Genesis 3:9. ഉൽപ്പത്തി പുസ്തകം 3-ാം 9 and 10. 10 വാക്യം. നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. Here the first question is coming to Adam. Where are you? ഇവിടെ ആദാമിനോട് ആദ്യത്തെ ചോദ്യം വരികയാണ്, നീ എവിടെയെന്ന് ചോദിച്ചു. Is it a one word answer or yes answer? ഇതൊരു ഒറ്റ ചോദ്യ ഉത്തരമായിരുന്നോ അതോ വിശദീകരണത്തിലുള്ള ചോദ്യമായിരുന്നോ? It's a one word answer, no? അതൊരു ഒറ്റ വാക്കിലുള്ള ഉത്തരമായിരുന്നു വേണ്ടത്. Now how he is replying, you see? എന്നാൽ എങ്ങനെയാണ് ആദാം അവിടെ മറുപടി നൽകിയത്? How you reply? Read that. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. When I heard your voice, I was afraid. That was not the proper answer. നിന്റെ ഒച്ച കേട്ടപ്പോ ഞങ്ങൾ ഭയപ്പെട്ട് ഞങ്ങൾ നഗ്നനാകൊണ്ട് ഒളിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അത് ശരിയായ ഒരു മറുപടി അല്ലായിരുന്നു. My phone comes from my house. Where are you? Can I say I'm in the assembly? ഇങ്ങനെ ഒരു ഫോൺ കോൾ എനിക്ക് വരിക, നീ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളെന്ന് പറയും നമ്മൾ അസംബ്ലിയിലാണെന്ന് പറയും. Adam beats around the bush. പക്ഷെ ആദാമിന്റെ മറുപടി എന്ന് പറയുന്നത് അതിന് ചുറ്റിപ്പറ്റിയുള്ള ഒരു ശരിയായ മറുപടി താൻ The moment they sinned, they lost manners, the decency, they lost. അവര് പാപം ചെയ്ത അതേ നിമിഷം തന്നെ അവരുടേതായ മാന്യമായ പ്രവൃത്തികളും അല്ലെങ്കിൽ സ്വഭാവ ഗുണവും എല്ലാം പതിയെ നഷ്ടപ്പെട്ടതായിട്ട് നാം അവിടെ കാണുന്നു. And you see, God's nature is decent. പക്ഷെ ദൈവം അവരെ മാന്യമുള്ളതാക്കി മാറ്റുന്നുണ്ട്. Suppose if anybody comes to our home, നമ്മളെ ഇങ്ങനെ വിചാരിക്കുക, ചിലർ ആരെങ്കിലും നമ്മുടെ ഭവനത്തിലേക്ക് they knock വന്നു the door, no? They knock the door, the calling bell, they press the calling bell. അവര് കഥകിൽ മുട്ടുകയോ അല്ലെങ്കിൽ കോളിംഗ് ബെൽ അടിക്കുകയോ ചെയ്യും. If they don't do all that, they straight away come into your bedroom. How do you feel? അവരതൊന്നും ചെയ്യാതെ നേരെ തന്നെ നമ്മുടെ ബെഡ്റൂമിലേക്ക് കടന്നു വന്നാൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക? ഒരു മാനറും ഇല്ലാത്ത ഒരു സഹോദരനാണല്ലോ എന്ന് വിചാരിക്കും. Number one mannerless fellow. Who is the number one mannerless fellow?
ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു സ്വഭാവമില്ലാത്ത ഒരു വ്യക്തി ആരാണ്? Who? ആരാ? Genesis, Job book. Yeah, thank you. Job 1:6. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. അവിടെ നാം എന്താ കാണുന്നത്? Book of Job, 1st chapter, 6 verse. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്: ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. There was a meeting. അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. Many people, many children of God only were invited. ദൈവപുത്രന്മാരെ മാത്രമേ അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നുള്ളൂ. Who also came there? അവിടെ ആരാണ് കയറി ചെല്ലുന്നത്? Was Satan invited there? സാത്താൻ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ? Brother, tell me honestly, will you go to the marriage where you are not invited? നിങ്ങളെ ക്ഷണിക്കപ്പെടാത്ത ഏതെങ്കിലും വിവാഹത്തിൽ നിങ്ങൾ കയറി ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? We will not go. നമ്മൾ ഒരിക്കലും പോകത്തില്ല. We say it's not a reason. അതൊരു ശരിയായ രീതി അല്ലാത്തത് കൊണ്ട്. Satan doesn't have any decency. സാത്താൻ ഒരിക്കലും ഡീസന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഇല്ലായിരുന്നു. He was there in the meeting. അവൻ ആ മീറ്റിംഗിലേക്ക് കടന്നില്ലേ? Then what God would have told him? എന്താണ് ദൈവം അവനോട്, യഹോവ അവനോട് പറയുന്നത്? Our God is still God of decency. There is no change in him. നമ്മുടെ കർത്താവ് ഡീസന്റ് ആയിട്ടുള്ളവനാണ്, നല്ല സ്വഭാവ ഗുണമുള്ളവനാണ്. അവൻ യഹോവ എന്താണ് സാത്താനോട് ചോദിക്കുന്നത്? He could have told, hey, who told you to come? No, get away. Tell him, send him away. യഹോവയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ആരാണ് നിന്നെ ക്ഷണിച്ചത്, നീക്ക് ഇറങ്ങി പൊയ്ക്കോളൂ എന്ന് അവനോട് വേണമെങ്കിൽ പറയാമായിരുന്നു. God is decent. What you see in the 6th Job 1:6. എന്നാൽ യഹോവ എന്താണ് അവനോട് പറയുന്നത്? അതിന്റെ 7-ാം വാക്യത്തിൽ നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് He's asking Satan, where from you are coming? എവിടെ നിന്ന് നീ വരുന്നു എന്നാണ് സാത്താനോട് ചോദിച്ചത്. Oh, good thing, God is speaking to Satan. നല്ല കാര്യമല്ലേ യഹോവ സാത്താനോട് സംസാരിക്കുക. Some brethren, they don't talk to other brethren, no? ചില സഹോദരന്മാരോട് സംസാരിക്കത്തോലും. ഞാൻ ആ സഹോദരനോട് സംസാരിക്കത്തില്ല. വേണ്ട. God is so great, yeah. He is so decent. He's talking to God doesn't know where are he going. എന്നാൽ നമ്മുടെ യഹോവ എത്ര നല്ലവനാണ്, എത്ര ഡീസന്റ് ആയിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അവൻ സാത്താനോട് സംസാരിക്കുക. But courtesy sake, he spoke, where from you are coming? അവൻ നന്ദി സാത്താനോട് പറയാൻ നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുക. And you see, then one more example I would like to show from book of Luke. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കുക. 8th chapter. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 8th chapter 26 to 39 big passages there. 26 മുതൽ 39 വരെയുള്ള വലിയ ഭാഗമാണ്. Will not read everything. നമ്മൾ എല്ലാ വാക്യങ്ങളും വായിക്കാൻ സാധിക്കില്ലല്ലോ. 28 you can read. 28-ാം വാക്യം, അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. Here this prayer was done by whom? ഈ പ്രാർത്ഥന അവിടെ ആരാ ചെയ്യുന്നത്? Tell me, brother, this is not big high-tech software question. നിങ്ങൾ മറുപടി പ്രതീക്ഷിക്കുന്നു. This prayer was done by ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന അല്ല, ഈ പ്രാർത്ഥന പറഞ്ഞതാരാ? fallen angels, devil people. അത് സാത്താന്യ അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ച ദൂതന്മാരാണ്, അല്ലെങ്കിൽ സാത്താനാണ്. And devil prays. We know this passage very well. ഈ ഭാഗം നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ്. And Jesus speaks to that spirit. That is what is your name? അവിടെ യേശു അവനോട്, ഈ പറഞ്ഞ വ്യക്തിയോട് ചോദിക്കുകയാണ്, നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചു. And he says his name. അവന്റെ പേര് അവിടെ പറയുന്നു. They made a request not to send us into the hell now. അവര് ഒരു അപേക്ഷ അവിടെ കർത്താവിന് മുമ്പിൽ വയ്ക്കുകയാണ്, ഞങ്ങളെ ഇപ്പോൾ നാശത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് വിടരുത് എന്ന് പറയുകയാണ്. Can Jesus hear the prayer of a devil? കർത്താവിന് ഈ സാത്താന്റെ അല്ലെങ്കിൽ ഈ ഭൂതത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? You see 31 verse, don't send us into the Tartarus. പാതാളത്തിലേക്ക് പോകാൻ കൽപ്പിക്കരുതെന്ന് അവർ അപേക്ഷിക്കുന്നുണ്ട്. This prayer was done by devil. ഇത് ഈ ഡെവിൾ അല്ലെങ്കിൽ ഭൂതം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, അപേക്ഷിച്ച അപേക്ഷയാണ്. Then suppose if I were in the place of Jesus, what I would have done? ഞാനാണ് ആ കർത്താവിന്റെ സ്ഥാനത്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ You already disobeyed, rebelled against Father. Now you want a favor. Go into hell. നീ ഒന്നാമതെ അനുസരണം കെട്ടവനാണ്, മോശമായിട്ട് നടക്കുന്നതാണ്, ഇനി പിന്നെ എന്നെ അപേക്ഷിച്ചിട്ട് വന്നേക്കാണ്, നീ പാതാളത്തിലേക്ക് പോകും എന്നേ പറയുന്നു. Very decent. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെ ഒരു He agreed.
അവൻ അതിന് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. Don't tell us he agreed. അവൻ അവിടെ അനുവദിച്ചു കൊടുക്കുന്നു. Not one prayer, second prayer also. Then they request him, Jesus, send us into the swine. അവിടെ പറ ഒരു പന്നിക്കുട്ടം മേഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരിൽ കടക്കുവാൻ അനുവാദം തരണമെന്ന് പിന്നെ രണ്ടാമത് ചോദിക്കുക. Can Jesus hear this prayer? ദൈവത്തിന് പിന്നെയും അത് കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? You already rebelled, now you don't want to go into hell, and you want to go into the swine. നീ ഒന്നാതെ ഇത് മോശമായിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ട് അപേക്ഷിക്കുകയാണോ? I was very glad to see he agreed. പിന്നെയും ആ രണ്ടാമത്തെ അപേക്ഷയും അവിടെ സ്വീകരിക്കുക, അനുവദിച്ചു. He commanded them. That was you see that. അവൻ കടക്കുവാൻ അനുവാദം തരണമെന്ന് അവൻ അനുവാദം അപേക്ഷിച്ചു, അവൻ അനുവാദം കൊടുത്തു. We have. എത്ര നല്ലവനായ ദൈവമാണ് നമ്മുടെ ദൈവം. God will not do anything against his nature. കർത്താവിന്റെ സ്വഭാവ സവിശേഷതയിൽ നിന്ന് വീഴ്ച വരുത്തുവാൻ, കുറവ് വരുത്തുവാൻ ദൈവം ഒരു സാഹചര്യത്തിലും അനുവദിക്കുന്നില്ല. He is decent and he remains decent. അവൻ മാന്യതയുള്ളവനാണ്, ആ മാന്യതയുള്ളവനായിട്ട് തന്നെ തുടരുകയും ചെയ്യും. One more illustration also from Luke 16th chapter. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ 24th verse. 24-ാമത്തെ വാക്യം. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. This prayer was done by whom? ഈ പ്രാർത്ഥന ആരാണ് ചെയ്തത്? Rich man. ധനികനായ വ്യക്തി. Did he pray any time in his life? അവന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? No, he never did. അവൻ ഒരിക്കലും ചെയ്തതായിട്ട് കാണുന്നില്ല. First time he's praying. ആദ്യമായിട്ട് അവൻ പ്രാർത്ഥിക്കുക. No chance. ഒരു വഴി സാഹചര്യവും അവന് കിട്ടുന്നില്ല. What was Abraham's reply for that? അബ്രഹാമിന്റെ മറുപടി എന്തായിരുന്നു? Abraham represents God here. ദൈവത്തെ പ്രതിനിധീകരിച്ചാണ് അബ്രഹാം ആയിരിക്കുന്നത്. God's nature is seen here. ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് അതിൽ കാണുവാൻ. 25th verse we see the reply from Abraham. 25-ാം വാക്യത്തിൽ അബ്രഹാമിന്റെ മറുപടി നാം കാണുന്നു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസറാവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. Son Kumaruda, he says son. അവനെ മകനെ എന്നാണ് അവിടെ അഭിസംബോധന ചെയ്യുന്നത്. Again, if I were in place of Abraham, ഞാനിപ്പോ അബ്രഹാമിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ what I would have told him, no? ഞാൻ എന്തായിരിക്കും മറുപടി നൽകുക? You enjoyed Coca-Cola, Pepsi, all that in the life. നിന്റെ ജീവിതത്തിൽ മുഴുവൻ നീ നല്ല പാനീയങ്ങളും അങ്ങനെയുള്ള സുഖസൗകര്യതയിൽ കഴിഞ്ഞവരാണ്. Never bothered to put Lazarus was at your doorpost. നിന്റെ വാതിലിന്റെ പുറത്ത് കിടന്നിരുന്ന ആ ലാസറിനെ നീ മൈൻഡ് ചെയ്ത പോലുമില്ല. Now you want water? നിങ്ങൾക്ക് ഇപ്പോ വെള്ളം വേണമോ? No, right. Struggle there only. അപ്പോഴേ തന്നെ നമ്മള് പറ്റത്തില്ല എന്ന് മറുപടി പറയുമായിരുന്നു. The Lord is so good. He says, my son. അവിടെ എന്നാൽ അബ്രഹാം മറുപടി പറയുന്നത് മകനെ എന്ന് പറഞ്ഞില്ല. Relationship still hold. അവന്റെ ആ ബന്ധം അവിടെയും അപ്പോഴും തുടരുന്നുണ്ട്. എന്നാൽ അവിടുത്തെ കൂട്ടായ്മ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നു. ആ പ്രാർത്ഥന ആക്കിയ മറുപടി അവിടെ ലഭിക്കുന്നു. ഒരു കാര്യം കൂടെ നമുക്ക് കാണുന്നു. തന്റെ സഹോദരന്മാർ അവിടെ ഭൂമിയിലുണ്ട്, അവരോടുള്ള ഒരു അപേക്ഷ കഴിക്കുന്നു. എന്തുകൊണ്ട് ലാസറിനെ മാത്രം അയക്കണമെന്ന് പറയുന്നു? Because he hated Lazarus. അതായത് കാരണം എന്ന് പറയുന്നത് ലാസറിനെ അവന്റെ കുറ്റം അവന് മനസ്സിലായി. ആ ലാസറിന്റെ ആ ഒരു വിരലിന്റെ അറ്റം തൊട്ട് തന്റെ നാവിനെ തണുപ്പിക്കണം എന്നാണ് പറയുക. ഒരു തുള്ളി കൊണ്ട് എന്താവാനാ? അവന്റെ ആ നരകത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോ അവന്റെ മനസ്സില് അവന്റെ തെറ്റുകൾ അവന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി അനുകൂലമായിട്ട് ലഭിക്കും. ഈ സമയത്ത് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എന്നാൽ ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ ഭൂതത്തിന്റെ പ്രാർത്ഥന ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് read there's one 38th verse. 38-ാമത്തെ വാക്യം. Luke 8:8 അധ്യായം 38. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോട് കൂടെ ഇരിക്കുവാൻ അനുവാദം ചോദിച്ചു. This man, the one whom the devils are redeemed, he is asking the Lord, let me be with you. ഭൂതങ്ങൾ വിട്ടുപോയ ആ മനുഷ്യൻ കർത്താവിനോട് കൂടെ ഇരിക്കുവാനായിട്ട് അനുവാദം ചോദിക്കുക. That prayer was not accepted. ആ പ്രാർത്ഥനയും ദൈവം അവിടെ സ്വീകരിക്കുന്നില്ല.
my brother? എന്തുകൊണ്ടാ He's സഹോദര? a believer, na? അവര് വിശ്വാസിയല്ലേ? But the devil's prayer answered here, na? എന്നാൽ തൊട്ടു മുമ്പ് ഭൂതത്തിന്റെ അപേക്ഷ അവൻ സ്വീകരിച്ചു. Sometimes, many a time I refer this, Lord, you have answered the prayer of the devil. Why not my prayer? ചില സമയങ്ങളിൽ സഹോദരൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആ ഭൂതത്തിന്റെ പ്രാർത്ഥന പോലും കേട്ട് ദൈവമേ ഈ പ്രാർത്ഥന എന്റെ പ്രാർത്ഥന After എന്തൊക്കെ? you saved me, you have washed me in the blood of your son. നിന്റെ പുത്രന്റെ രക്തത്താൽ നീ എന്നെ ശുദ്ധീകരിച്ചവനാണ്, വീണ്ടെടുക്കപ്പെട്ടവനാണ്. Brothers and sisters, never feel that your prayers are not answered. പ്രിയമുള്ളവരെ, പ്രിയ സഹോദര സഹോദരന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. Lord will, you are precious in my sight, the Lord said. ദൈവം നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും വിലയേറിയവരാണ്. He will definitely answer. അവൻ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകും. And here, when this man asking to be with Jesus, he didn't answer his prayer. അവന് പ്രതീക്ഷ ഒരു മറുപടി പ്രിയ മകന് കിട്ടുന്നില്ല അവിടെ. And he said, go to your place, and because in that place there is nobody to testify about the Lord. കർത്താവിനെ സാക്ഷീകരിക്കുവാനായിട്ട് നിന്റെ സ്ഥലങ്ങളിൽ ആരുമില്ല, അവിടെ ചെന്ന് ഇത് പറയണം എന്നുള്ളതാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത്. The Lord wanted him to go and represent. ദൈവം പ്രതീക്ഷിക്കുന്നത് നീ അവിടെ പോയി അവനെ സാക്ഷീകരിക്കണം എന്നുള്ളതാണ് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യം. Sometimes I keep watching television. Some programs, our programs, they keep coming in TV, no? ടിവിയിലൊക്കെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. Some hi-fi church in Bangalore. വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ബാംഗ്ലൂരുള്ള ചർച്ചിന്റെ പ്രോഗ്രാംസ് ഒക്കെ. One angel was giving a testimony. Young girl was giving a testimony. ഒരു സഹോദരി ഒരു സാക്ഷ്യം പറയുന്ന സമയത്ത് I prayed for my 5-digit salary. ഞാൻ എന്റെ 5 അക്ക സംഖ്യയുള്ള സാലറിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. The Lord gave me. ദൈവം എനിക്ക് തന്നു. And I was praying for my would-be. എനിക്ക് വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പയ്യനെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. Shown like this. ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. And he should have a black guitar. അവന് ഒരു ബ്ലാക്ക് ഗിത്താർ ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. And that perfectly happened. He came with the black guitar and he sang. അവര് ബ്ലാക്ക് ഗിത്താറുമായിട്ട് വന്നിട്ട് പാട്ട് പാടും. Oh, everybody was clapping. എല്ലാവരും സന്തോഷിച്ച് കൈയടിക്കുന്നുണ്ട്. So there's some testimony in this way. ഈ സഹോദരന്മാരെ ചില സാക്ഷ്യങ്ങൾ എന്നെ നിരുത്സാഹപ്പെടുത്താറ്. That's not the way. Why my prayers are not answered? If you feel like that, there's a better reason why this man's prayer is not answered. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും മറുപടി ലഭിക്കാതിരിക്കുകയില്ല. മറുപടി ലഭിക്കാതിരിക്കുന്നുവെങ്കിൽ അതിനും നല്ല മേത്തരമായ ഒരു മറുപടി അതിനുണ്ട്, അല്ലെങ്കിൽ ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ്. Never feel that your prayers are not answered. ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. After all, he gave his only son for you and me. പ്രിയമുള്ളവരെ, അവന്റെ ഏകജാതനായ പുത്രനെയാണ് നമുക്ക് വേണ്ടി അവൻ നൽകിയിരിക്കുന്നത്. Anything we ask in his name. പ്രിയമുള്ളവരെ, അവന്റെ നാമത്തിൽ ചോദിക്കുന്ന ഏത് കാര്യവും അവൻ നൽകും. Yeah, let's come back to 3rd chapter again. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Then what was Adam's reply? എന്താണ് ആദം അവിടെ മറുപടി പറയുന്നത്? He lost his decency. അവന്റെ മാന്യത അവൻ അവിടെ നഷ്ടപ്പെടുത്തുന്നു. He read 10th to 11th verse. Then the second question comes to Adam. രണ്ടാമത്തെ ചോദ്യം ആദാമിനോട് പറയുകയാണ് ദൈവം. First question was, where are you? ആദ്യത്തെ ചോദ്യം നീ എവിടെയെന്നായിരുന്നു. No proper reply. അതിന് ശരിയായ ഒരു മറുപടി അവൻ നൽകിയില്ല. Then second question comes. നീ രണ്ടാമത്തെ ചോദ്യം ഇവിടെ വരുന്നു. Who told you that you are naked? നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? Then what would have been his reply? എന്തായിരിക്കണം അവന്റെ മറുപടി ആയിരുന്നിരിക്കേണ്ടത്? What would have been? എന്തായിരിക്കും അവന്റെ മറുപടി ആയിരിക്കേണ്ടത്? The right reply should have been, അതിന്റെ ശരിയായ മറുപടി എന്ന് പറയുന്നത്, Lord, I made a mistake. Blender, I ate a food. ഞാനൊരു തെറ്റ് That would have been the right reply. ഞാനൊരു തെറ്റ് ചെയ്തു പോയി, ഇനിയോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് ആദം അവിടെ നൽകേണ്ടിയിരുന്നത്. What he said, brother, you can read in that. എന്നാൽ അവൻ അവിടെ എന്ത് മറുപടിയാണ് നൽകിയത്? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുപോ എന്ന് അവൻ ചോദിച്ചു. I mean, the woman you gave, no? നീ എനിക്ക് തന്ന ആ സഹോദരി ഇല്ലേ, ആ സഹോദരി തന്നു, ഞാൻ തിന്നു. That means the mistake is you gave the woman. Means that mistake. Whose mistake is that? ആരുടെ തെറ്റാണ് അത്? നീ എനിക്കൊരു സഹോദരിയെ തന്നില്ലേ, ആ സഹോദരിയാണ് എനിക്ക് തന്ന. You gave the woman, നീ അല്ലേ ആ സഹോദരി എനിക്ക് തന്ന. He disowns her. തന്റെ മറുപടിയെ താൻ ആ രീതിയിൽ ലഘുവാക്കി താൻ പറയുകയാണ്. Adam lost decency after sinning. അതിന്റെ പാപം ചെയ്തതിനു ശേഷം ആദമിന്റെ ആ മാന്യ സ്വഭാവം അവിടെ നഷ്ടപ്പെടുകയാണ്. Just refer 2nd chapter 23-24 verses. രണ്ടാമത്തെ 23-24 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു He നോക്കുക. says, when he saw him, he said, my bone, my flesh.
He's singing a song. അവിടെ ആ 23-24 ഹൗവയെ ആദ്യമായിട്ട് കാണുമ്പോൾ ആദാം പറയുന്നത് അവിടെ ഒരു പാട്ട് പാടുന്ന പോലെ ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസമാകുന്നു എന്നാ പറയുന്നത്. Now he lost. He said, this lady whom you gave. എന്നാൽ എല്ലാ മാന്യതയും നഷ്ടപ്പെട്ട് ഈ സമയത്ത് 3-ാം അധ്യായത്തിൽ വരുമ്പോ നീയല്ലേ ആ സഹോദരി തന്നെന്ന് പറയുക. It is own self. തന്നെ ആ സഹോദരിയെ തന്നെ അല്ലെങ്കിൽ ഹൗവയെ തന്നെ അവൻ തിരസ്കരിക്കുക. You work for a month, you get salary in your bank account. നിങ്ങൾ ഒരു മാസം വർക്ക് ചെയ്യും, നിങ്ങൾക്ക് സാലറി ഒരു മാസം കിട്ടും. What do you say about that amount in the account? നിങ്ങൾ ആ എമൗണ്ട് തുക വെച്ചിട്ട് Will you say it's mine or the owner has put there? നിങ്ങൾ എന്താണ് പറയുക, അത് ഓണറിന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പൈസ എന്ന് പറയും. Once it gets into my account, it's mine. ഇത് എന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്റെ പൈസയാ. Then you will not say you put the amount. No, you will not say that. നമ്മള് നമ്മുടെ മേലധികാരിയോട് പറയും മേലധികാരിയുടെ പൈസയാണ് അതെന്ന് പറയൂ. നമ്മള് Adam his own fine. തന്റെ ത്യജിക്കുക, തന്റെ ഭാര്യയെ തന്നെ താൻ അവിടെ ത്യജിക്കുക. Then read the 12. Then God is decent. He goes to 12th chapter, 13th verse. 13-ാം വാക്യത്തിൽ യഹോവയായ ദൈവം സ്ത്രീയോട് നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് Even she also got came into the Adam. ആദാമിനോട് ചോദിച്ചതുപോലെ തന്നെ ഈ ഒരു മറുപടി ഹൗവയോട് ചോദിക്കുകയാണ്. ആ ചോദ്യം She says, because the serpent has deceived. അവൾ പറയാണ് പാമ്പ് എന്നെ വഞ്ചിച്ചു എന്ന് സഹോദരിയോട് ഹൗവ അവിടെ പറയും. And she's bitter. She didn't beat about the bush. കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള ഒരു മറുപടിയാണ് ഹൗവ അവിടെ നൽകിയത്. Women are bitter. സഹോദരന്മാർ കുറച്ചുകൂടെ മറുപടി പറയുന്നത് കുറച്ചുകൂടെ നന്നായിട്ട്. We neglect that. Okay. പലപ്പോഴും നാം അത് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. And God then later we spoke to serpent. അത് കഴിഞ്ഞിട്ട് സാത്താനോട് സംസാരിക്കും, പാമ്പിനോട് സംസാരിക്കും. Did ask the question to serpent? പാമ്പിനോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ടോ? No question. ഒരു ക്വസ്റ്റ്യനും അവർ ചോദിക്കുന്നില്ല. Curse came upon the serpent. അവന്റെ മേൽ ആ ശാപം ചൊരിയുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. God loved us so much that there is no curse upon us. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ മേലൊരു ശാപം അവിടെ ചൊരിയുന്നില്ല. ദൈവം നമ്മെ അത്രയധികം സ്നേഹിക്കുന്നു. I feel God has given a chance of hope so that Adam and Eve may confess their sin. ഒരു പക്ഷേ ദൈവം അവിടെ ഒരു ചാൻസ് കൂടെ അവർക്ക് ആദാമിനും ഹൗവയ്ക്കും കൊടുക്കുകയാണ്. നിങ്ങളൊരു പാപം അവർ ഏറ്റു പറയുമോ എന്നുള്ളത്. They did. അവർ പക്ഷെ അത് ചെയ്യുന്നില്ല. And that's how the sin came into the mankind. ആ മനുഷ്യരാശിയിലേക്ക് ആ പാപം വരുന്നതായിട്ട് നാം അവിടെ Read 15th verse, brother. 15-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. Here God is speaking to serpent. ഇവിടെ സാത്താനോട് ദൈവം സംസാരിക്കുകയാണ്. The seed of the women and seed of the serpent. സാത്താന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിയും തമ്മിലുള്ള കാര്യം അവിടെ പറയുന്നു. Seed of the woman, who are the seed of the woman, brother? സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് ആരാ? Seed of the woman. Yeah, who are the seed of the woman? ആരാണ് സ്ത്രീയുടെ സന്തതി? We, brother, we are all. നമ്മളാണ്. Jesus came into this world without help of man. യേശു ക്രിസ്തു വന്നത് മനുഷ്യന്റെ സഹായത്തോടെയല്ല. And we came through Jesus, so we are all the seed of the woman. നമ്മൾ എല്ലാവരും ആ സ്ത്രീയുടെ സന്തതികളായിട്ട് ജനിക്കപ്പെട്ടവരാണ്. And the seed of the serpent. സാത്താന്റെ സന്തതികൾ Those who didn't believe in the Lord. കർത്താവിനെ അറിയാത്തവർ. And Baptist John says, seed of the generation of vipers. യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട് സർപ്പസന്തതികളെ എന്ന് പറഞ്ഞു. Yeah, let's read here. He says to the serpent, you will bruise the head of the serpent. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്ന് പറയുന്നു. Read Romans 16:20. റോമാലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. God of peace. 16 സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാണ്. We have to bruise the head of the serpent. നമ്മൾ ആ സാത്താന്റെ തലയെ ചതയ്ക്കണം, കാൽ കീഴെ ചതച്ചു കളയും. We have to suppress the head of Satan. നമ്മൾ സാത്താന്റെ തലയെ കാൽ കീഴാക്കി ചതയ്ക്കണം. And we are decent, unduly decent towards Satan. നമ്മൾ പലപ്പോഴും മാന്യമായിട്ട് ഈ സാത്താനോട് പെരുമാറാം. We are supposed to crush the head of Satan.
നാം അതിനെ നമ്മുടെ കാൽക്കീഴെ ചതച്ചു കളയേണ്ടവരാ. But what we do know, എന്നാൽ നാം എന്താ ചെയ്യുന്നത്? we crush any brother who is having a cunning or good talent. We try to suppress. നാം പലപ്പോഴും പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ സംഭവിച്ചു വരുമ്പോൾ നാം അതിനെയാണ് സപ്രസ് ചെയ്ത് We വെക്കാറ്. are unduly decent towards Satan. നാം ഈ സാത്താനോട് മാന്യമായിട്ട് കൂടുതൽ മാന്യമായിട്ട് നാം പെരുമാറുവാൻ ശ്രമിക്കും. No, I told you, Satan is not decent. He doesn't have. Now that you haven't stamped his head, he will not keep quiet. നാം അവനെ കാൽ ചതച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും പിന്നെ മിണ്ടാനായിട്ട് വരത്തില്ല. What he will do? അവൻ എന്താ ചെയ്യാം? He will hit on your heel. Read the 15th verse, last Genesis 3:15. 3-ാം അധ്യായം 15-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. നീ അവന്റെ കുതികാൽ തകർക്കും. I mean, what happens to if you get hurt on the heel? What happens, brother? നമ്മുടെ കാലിലെ ഉപ്പീറ്റിയില് ഒരു പരുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? What happens? എന്ത് പറ്റും? You cannot walk. നമുക്ക് നടക്കുവാനായിട്ട് കഴിയത്തില്ല. As the Lord intends, we cannot walk right and straight. നമുക്ക് കർത്താവ് പ്രതീക്ഷിക്കുന്ന ദൈവം പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കത്തില്ല. If the hurt is severe, we will fall down. We cannot stand. ആ പരിക്ക് കൂടുതൽ മോശമാണെങ്കിൽ നമുക്ക് ഒരിക്കലും നിൽക്കുവാൻ പോലും കഴിയത്തില്ല, നമ്മൾ വീണുപോകും. Oh, that's what exactly the Satan wants. അത് തന്നെയാണ് സാത്താനും പ്രതീക്ഷിക്കുന്നത്. He doesn't want you to walk like the Lord. കർത്താവ് പ്രതീക്ഷിക്കുന്നത് പോലെ നാം നടക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. It's on your heel, you will lay down. അവൻ കാലില് പരിക്ക് വരുത്തിയാൽ അവൻ പ്രകാരം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മ വീട് പോകും. Yeah, later we see the Lord God made coats of skin and sent them respectably. He sent them out. പിന്നെ അവിടെ ഒരു തോല് കൊണ്ട് അവർക്കൊരു വസ്ത്രമുണ്ടാക്കി അവരെ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. Read 22nd, 23rd verse. 22-23 വാക്യങ്ങൾ. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കുവാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. Here we see that Adam and Eve, they were sent out. How did he send them? എങ്ങനെയാണ് അവരെ പുറത്താക്കിയത് ഏദൻ തോട്ടത്തിൽ നിന്നും? God is recently clothed them and sending them out. മാന്യമായിട്ട് അവരെ വസ്ത്രം ധരിപ്പിച്ച് അവരെ അവിടുന്ന് പുറത്താക്കുകയാണ്. That means the skin of goat was made a cloth for them. മൃഗത്തിന്റെ തോല് കൊണ്ട് അവർക്കൊരു വസ്ത്രമായിട്ട് അത് മാറുകയും അവരെ അവിടെ നിന്ന് പുറത്താക്കും. Which means a lamb has been killed. എന്ന് പറഞ്ഞാൽ ഒരു മൃഗം അവിടെ കൊല്ലപ്പെട്ടതുണ്ട്. Which represents our Lord Jesus. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. He was killed. He was innocent. He didn't do anything. അവനൊന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ല, എന്നാൽ അവൻ അവിടെ The കൊല്ലപ്പെടുകയാണ്. soul that sins should die. അവന്റെ പാപമെല്ലാം അവിടെ മരിക്കപ്പെടണം. But the lamb has not done anything. എന്നാൽ ആ മൃഗം അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പാപം അവിടെ ചെയ്യുന്നില്ല. And Adam, Eve, they were sent out. Why they were sent out? എന്തുകൊണ്ടാണ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? 24th verse we see that. 24-ാം വാക്യത്തിൽ നാം കാണുന്നു, ഇങ്ങനെ അവൻ മനുഷ്യരെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാക്കുവാൻ അവൻ ഏദൻ തോട്ടത്തിലെ കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. Why this word looks very harsh? He sent them away. Vellagotti Telugu word. It's very hard word. വളരെ ക്രൂരമായിട്ടാണ് ദൈവം അവിടെ പെരുമാറുന്നതെന്ന് തോന്നും ആ ഒരു വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ. If Chairman asks you to go away, send you away, expel you from home, how do you feel? നമ്മൾ ഭൂതങ്ങളെ പുറത്താക്കുക എന്നുള്ള നമ്മളെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് തോന്നുക? Is God so clear? കർത്താവ് ഇത്ര ക്രൂരനാണോ? No. ഒരിക്കലുമല്ല. If allow them in the Eden, what the danger would have happened? അവരെ അവിടെ ഏദൻ തോട്ടത്തിൽ തുടരുവാനായിട്ട് അനുവദിച്ചിരുന്നു എങ്കിൽ എന്താണ് സംഭവിക്കുക? Adam and Eve, they would have ate the fruit of life. അവര് ജീവവൃക്ഷത്തിന്റെ ഫലവും അവർ കഴിക്കുവാനുള്ള സാധ്യതയുണ്ട്. The same word is mentioned in 22nd. അവിടെ ആ വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. They might, if they eat the fruit of life, they might live forever. അവര് ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ചു കഴിഞ്ഞാൽ അവര് ഒരിക്കലും മരണമില്ലാതെ അവർ തുടരും. They will live forever. അത് എക്കാലവും അവർ ജീവിക്കുമെന്നുള്ളത് ഒരു നല്ല കാര്യമല്ലേ? But what's the problem? They live as a sinner. എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്? അവർ പാപികളായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ ഒരിക്കലും മരിക്കാത്ത അവസ്ഥയിൽ അവർ തുടരും. God loved them so much. ദൈവം നമ്മെ അത്രയധികം നമ്മെ സ്നേഹിക്കുന്നു. Send them away. അവരെ പുറത്താക്കി കളയുന്നു. Now read what happened after
sending them away, what he did, അവന് അയച്ചു കഴിയുമ്പോൾ ദൈവം അവിടെ എന്താ ചെയ്യുന്നത്? he has put a flame of fire. അവൻ വാളിന്റെ ജ്വാലയുമായി കെരൂബുകളെ അവിടെ നിർത്തുന്നു. If the flame of fire go across, what happens? ഒരു വാളിന്റെ ജ്വാലയുമായിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ നടക്കുക? You will be killed. നമ്മള് പ്രവേശിച്ച് നമ്മൾ Today we കൊല്ലപ്പെടും. got electric fencing wires, na? നമുക്ക് ഈ നാളുകളിൽ ഇലക്ട്രിക് വേലികളൊക്കെ നമ്മുടെ ഇടയിൽ It was done long back. അത് അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നതാണ്. And the Lord sent them away and put a flame fire. അവിടെ കർത്താവ് അല്ലെങ്കിൽ യഹോവ അവരെ പുറത്താക്കിയിട്ട് വാളിന്റെ ജ്വാലയെ അവിടെ നിർത്തുകയാണ്. Cut short, I'll go. And the Lord removed that fence. He cut away the fence. കർത്താവ് ആ വേലി അവിടെ പൊളിക്കുന്നുണ്ട്. The one who cuts the fence, he will be bitten by the serpent. Ecclesiastes 10:8. സഭാപ്രസംഗി 8-ാം 10-ാം വാക്യത്തിൽ അത് മറികടക്കുന്നവൻ കൊല്ലപ്പെടുമെന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. Brother, the Lord made a provision to remove the fence. നമുക്ക് ആ വേലി കർത്താവ് അവിടെ മാറ്റി തരുന്നുണ്ട്. His son came to break the fence. അവൻ തന്റെ പുത്രനെ അയച്ച് ആ വേലി അവൻ പൊളിക്കുക. And no more fence now. ഇപ്പോ യാതൊരുവിധ വേലികളും അവിടെ ഇല്ല. And this is on the east side, na? 24th verse side, in east side. ഇവിടെ അവിടെ കാണുന്നുണ്ട് കിഴക്ക് കെരൂബുകളെ നിർത്തിയിരിക്കുന്നു എന്നാ പറയുന്നത്. On the east side, the flame of fire is there. Now it is not there. ഇപ്പോ ആ വാളിന്റെ ജ്വാല ഈ ഇന്നാളുകളിൽ ഇല്ല. Instead of flame, what is there now? ഇപ്പോ എവിടെ അവിടെ എന്താണ് ആ സ്ഥാനത്ത്? Matthew Gospel, 2nd chapter. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം. I think so. 10th verse. 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. They saw the star of the east. അവര് ആ കിഴക്ക് ഒരു നക്ഷത്രം കാണുകയാണ്. No more flame on the east. അവിടെ ഇപ്പോ തിരിയുന്ന വാളുമായിട്ട് നിൽക്കുന്നതില്ല. Will anybody will be frightened to see the star? അവിടെ ആരെങ്കിലും ഈ ഒരു നക്ഷത്രം കണ്ടുകൊണ്ട് നമ്മൾ ആരെങ്കിലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? They are delighted to see the star because Jesus has come down. അവര് നക്ഷത്രം കണ്ടതുകൊണ്ട് സന്തോഷിച്ചു. കർത്താവ് ഇറങ്ങി വന്നിരിക്കുക. And he broke the fence. അവൻ ആ വേലി പകർത്തിരിക്കുക. And now he is calling us to come back. അവൻ നമ്മെ തിരിച്ചു വരുവാനായിട്ട് വിളിക്കുക. Just time is short. 2 Samuel 14:14. 2 ശമൂവേൽ 14:14. 2 ശമൂവേൽ 14-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തില് നാം മരിക്കേണ്ടുന്നവരല്ലോ, നിലത്ത് ഒഴിച്ചു കളഞ്ഞതും വീണ്ടും ചേർത്ത് കൂടാത്തതുമായ വെള്ളം പോലെ ഇരിക്കുന്നു. ദൈവം ജീവനെ എടുത്തു കളയാതെ പ്രശ്നനായവൻ തനിക്ക് ഇനിയും പ്രശ്നനായി ഇരിക്കത്തക്കവണ്ണം ഇരിക്കാത്തവണ്ണം മാർഗം ചിന്തിക്കുന്നു. Yeah, the people were sent out, and God is very gracious. He will not go away from him, so he made a device. The device not for Jesus. കർത്താവ് അവരെ പുറത്താക്കിയെങ്കിലും അവരെ മടക്കി കൊണ്ടുവരുവാനായിട്ട് കർത്താവ് ഒരു പദ്ധതി ഉപാധി അവിടെ വയ്ക്കുകയാണ്. അത് കർത്താവ് യേശു ക്രിസ്തു. Not the device, the plan of salvation. രക്ഷയുടെ ഒരു പദ്ധതി ദൈവം അവിടെ ഒരുക്കുകയാണ്. So those who were sent out, they is asking them to come back home. അവരെ പറഞ്ഞയച്ചവരെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ദൈവം അത് വച്ചിരിക്കുക. If anybody is sent out of the home, ആരെങ്കിലും ഭവനത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ he is wandering there and there. അവൻ അവിടെ എവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കാനായിട്ടാണ് സാധ്യത. If you go to him, അവനിലേക്ക് വന്നു കഴിഞ്ഞാൽ, you know the good news that India has won over Pakistan. If you tell the good news that India has won over Pakistan in the cricket. ഓക്കെ, നമ്മള് ഇങ്ങനെ ഇന്ത്യ പാകിസ്ഥാന് മേൽ ഒരു മേൽക്കൈയുള്ള രാജ്യമാണ് ക്രിക്കറ്റിൽ എന്ന് നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ, that's definitely good news. But if you tell that person we sent out from home, നമ്മള് ഭവനത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു വിടുമ്പോ will it please him? അത് നല്ല കാര്യമാണോ? ഒരിക്കലും അല്ല. That's what the case of us. We are all sent out. നമ്മളെല്ലാവരെയും ഇറക്കി വിട്ടവരാ, പുറത്താക്കിയവരുണ്ട്. Now the Lord made a plan of salvation. He is asking us to come back. അവൻ രക്ഷയ്ക്ക് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ട് തിരിച്ചു വരുവാനായിട്ട് നമ്മളെ ക്ഷണിക്കുക. That's the greatest good news. He is asking us to come back. At once we were sent out. ഒരു കാലത്ത് നാം പുറത്താക്കപ്പെട്ടവരാണ്, എന്നാൽ നമ്മെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് നല്ല സന്ദേശം നമ്മളിലേക്ക് അവൻ അറിയിച്ചു. അത് നമ്മൾ തിരിച്ചു വരുവാനായിട്ട് അവൻ അപേക്ഷിക്കുക. Psalm 90, 2nd verse.
സങ്കീർത്തനങ്ങൾ 90-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം 90, Psalm 90 and 2. രണ്ടാം വാക്യം, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. He says, come back home. നീ മർത്യനെ നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവനെന്ന് അരുളി ചെയ്യുന്നു. Psalm 93, the Lord says, come back home. മടങ്ങി വരുവാനായിട്ട് അരുളി ചെയ്യുകയാണ്. Usually these words, no? Usually ഈ സാധാരണയായിട്ട് ഈ വാക്യങ്ങൾ is quoted in the funeral service. നമ്മൾ ശവസംസ്കാര ശുശ്രൂഷകളിലാണ് ഇത് പരാമർശിക്കുന്നത്. No, not proper. അത് ശരിയായ രീതിയല്ല. He is asking us to come back. അത് നമ്മെ തിരിച്ചു വരുവാനായിട്ട് Then പറയുന്നത്. everybody should go now. അത് നമ്മൾ എല്ലാവരും മടങ്ങി വരും. No, that's not. This is that case. He opened the life gate, he's asking us to come back. അവൻ ആ ജീവന്റെ വഴി തുറന്നു വെച്ചിരിക്കുകയാണ്, അവരിലേക്ക് വരുവാനായിട്ട് അവൻ ക്ഷണിക്കുകയാണ്. The last I will go with the Revelation 3rd chapter. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഉൽപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് 20-21 verse. 21-ാമത്തെ വാക്യം, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ 20-21. 20-21, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും, ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. Here the Lord says, I'm standing at the door and knocking. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. Why can he come right away pushing the door inside? അവൻ എന്തുകൊണ്ടാണ് വാതിൽ തട്ടി തുറന്നുകൊണ്ട് അകത്തേക്ക് കടന്നു വരാൻ? The Lord will never do that. കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. It's against his nature. അവന്റെ സ്വഭാവ ഗുണം കൊണ്ടാണത്. So Satan will do. He will come right away. സാത്താൻ ചിലപ്പോ ഒരു നേരെ ഇടിച്ചു കയറി വരുമായിരിക്കും. He came to the meeting, Job 1:6, no? So he was not invited, he came there. യോബിന്റെ പുസ്തകത്തിൽ നാം കാണുന്ന പോലെ ക്ഷണിക്കപ്പെടാതെ തന്നെ അവൻ കയറി വരുന്നുണ്ട്. Lord God is very decent. നമ്മുടെ ദൈവം മാന്യതയുള്ള ദൈവമാണ്. You know that 1 Corinthians 13:8, love doesn't behave in unruly. You can read later also. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തില് 4th verse or 5th verse. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-5 വാക്യങ്ങളില് സ്നേഹത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലോ. So God is very, he is knocking at the door. അവൻ കർത്താവ് അവിടെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. Unless you open the door, invite him to come in, he will not come. അവനെ നാം വാതിൽ തുറന്ന് നാം ക്ഷണിച്ചാൽ മാത്രമേ അവൻ അകത്തേക്ക് കടന്നു വരത്തുള്ളൂ. Today he is outside the door. ഇന്ന് അവൻ വാതിലിന് പുറത്താണ്, You are inside. നിങ്ങൾ അകത്താണ്. Tomorrow, എന്നാൽ നാളെ if the Lord will be inside, കർത്താവ് അകത്തായിരിക്കും. and some people will knock at the door. ഒരു കുറച്ചു പേര് വന്ന് ആ ഡോറിൽ മുട്ടും. That's illustrated of a different context. Matthew 25 we see that. The Lord says, I never knew you, go away. നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവ് അവരെ തള്ളിക്കളയുന്നത് നമുക്ക് മത്തായി സുവിശേഷത്തിൽ ദൃഷ്ടാന്തത്തിൽ കാണുന്നു. Tomorrow the scene is just much. ഈ ഒരു പശ്ചാത്തലം തിരിഞ്ഞു വരുവാനായിട്ട് പോവുകയാണ്. You will be outside. You have not believed in Jesus. പ്രിയമുള്ളവരെ, കർത്താവിനെ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ പുറത്താകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. The Lord is inside. കർത്താവ് അകത്താവും, നിങ്ങൾ ഡോറിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നവരായി. The Lord said, I never knew you, go away. നിങ്ങള് ഒരു ഉപയോഗം ഉണ്ടാകത്തില്ല, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടി വരും. Before that happens, അത് സംഭവിക്കുന്നതിന് മുൻപ് accept the Lord now. കർത്താവിനെ നിങ്ങൾ ഈ സമയത്ത് സ്വീകരിക്കുക. Be saved. അത് രക്ഷിക്കപ്പെടുക, രക്ഷപ്പെടുക. And as believers, we need to learn the manner to treat the brother, treat the fellow people in that society. വിശ്വാസികളായിരിക്കുന്ന നാം ഏറ്റവും മാന്യമുള്ളതായിരിക്കുക, മാന്യമായ സ്വഭാവം കാണിക്കുന്നവരായിരിക്കുക. കൂട്ടു സഹോദരങ്ങളെയും സഹോദരികളെയും ആ മാന്യതയോടുകൂടി അവരെ പരിഗണിക്കുവാൻ, അവരോട് പെരുമാറുവാനും നമ്മൾ തയ്യാറാവണം. The world should learn manners, decency from us. ലോകം നമ്മിൽ നിന്ന് ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ സ്വഭാവം കണ്ടുവേണം അവരത് പഠിക്കുവാനായിട്ട്. If they cannot learn decency from us, where else they can learn? നിങ്ങളുള്ളവരെ നമ്മിൽ നിന്ന് അത് കണ്ടു പഠിക്കുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് അവരത് പഠിക്കുവാനായിട്ട് കഴിയുക? I'm sure the world will. This is not the only one nature of God. God is decent. പ്രിയമുള്ളവർ, ഇത് കർത്താവിന്റെ ദൈവത്തിന്റെ ഒരു സ്വഭാവമല്ല. കർത്താവ് മാന്യനായ വ്യക്തി തന്നെയാണ്. More we know the Lord, നമ്മൾ കർത്താവിനെ ദൈവത്തെ കൂടുതലായി അറിയുമ്പോൾ നമ്മൾ കൂടുതലായി കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് കാരണമാകും. Daniel 11 chapter 33, 32nd verse says, those who know the God, they
will exploit great things. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 32-11 വാക്യത്തിൽ പറയുന്നു കർത്താവിനെ അല്ലെങ്കിൽ യഹോവയെ അറിയുന്നവൻ വലിയ ഭയങ്കരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുമെന്ന്. We should have the desire to know the Lord more. നമ്മുടെ ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ടുള്ള ആകാംക്ഷ ആവേശം നമ്മിൽ ഉണ്ടാവണം. And I will refer to Philippians 3rd chapter 14 where Paul says, I may know him, I may know his power of resurrection. ഫിലിപ്പിയ ലേഖനം 3-14 വാക്യത്തിൽ പറയുന്നു ഞാൻ അവനെ അറിയേണ്ടതിനും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഞാൻ അറിയേണ്ടതിനും. Oh, it's not, Paul did stop knowing the Lord as a savior, he didn't stop there. പൗലോസ് ഒരിക്കലും താൻ രക്ഷിതാവായിട്ട് കർത്താവിനെ അറിഞ്ഞു അവിടെ കൊണ്ട് പൗലോസ് അവിടെ നിർത്തിയില്ല. Oh, he is paying the price, casting everything aside and running to know the Lord more. കർത്താവിനെ കൂടുതലായി അറിയുന്നതിന് വേണ്ടി തന്റെ ആ ഭാരങ്ങൾ മുഴുവൻ അവൻ ചപ്പും ചവറും എന്ന് എണ്ണിക്കൊണ്ട് കർത്താവിലേക്ക് അവൻ ഓടിക്കേറുകയാണ്. Brother, then it's a blessing to know the Lord. The Lord will delight those who know him immediately. കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ കൂടുതലായി ആത്മാർത്ഥമായി അറിയാൻ ആഗ്രഹിക്കുന്നവരല്ല അവൻ ഏറ്റവും കൂടുതൽ പ്രസാദകരമാകുന്നു. Yeah, at the last one word I would like to say about Lucifer. Had Lucifer knew the Lord thoroughly, ലൂസിഫറിനെ കുറിച്ച് ഞാനിങ്ങനെ പറയട്ടെ, കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ അവൻ കൂടുതലായിട്ട് അവൻ അറിഞ്ഞുവെങ്കിൽ great God is there, he would not have to. He lost the chance. But you and me, we have the chance to know the Lord more and more and more. ലൂസിഫറിനെ അവനെ ദൈവത്തെ അറിയാനായിട്ടുള്ള യാതൊരു സാധ്യതകളും ഇനിയില്ല, അവനൊരു ചാൻസും ഇനിയില്ല. എന്നാൽ നമുക്ക് ദൈവത്തെ കൂടുതലായിട്ട് കൂടുതൽ അറിയുവാൻ ദൈവം അവസരം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. We have the ministry called Let There Be Light. Is there any provision that Let There Be Light is our ministry name. Let There Be Light എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Different places of the country. അവര് രാജ്യത്തിന്റെ പല മേഖലകളിലായിട്ട് സഞ്ചരിക്കുന്നു. Solar lights freely. അവര് സോളാർ ലൈറ്റ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവര് സൗജന്യമായിട്ട് വെച്ചു കൊടുക്കുന്ന. 2018 we came to Cochin. And Devi Mangalam distributed 400 houses here lamps. എനിക്ക് എന്റെ ഓർമ്മയിൽ 2018 വെള്ളപ്പൊക്കം നടന്ന സമയത്താന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ദേവികുളം മൂന്നാർ ആ പ്രദേശങ്ങളിലൊക്കെ ഇവര് ഈ ഒരു മിനിസ്ട്രിയുമായിട്ട് അവർ മുന്നോട്ട് പോയത്. Recently we have sent lamps to Ladakh. What Ladakh is working there. ലഡാക്കിലെ ലേക്കില് ആ കാശ്മീരിന്റെ പ്രദേശത്ത് എവിടെ ഒരു സഹോദരൻ താമസിച്ച് വേല ചെയ്യുന്ന അവിടെ ഈ ഒരു പ്രവർത്തനം അവർ ചെയ്യുകയുണ്ടായി. അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളുണ്ട്, അത് ഞങ്ങൾക്ക് തരാവുന്നതാണ്. നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യാം. ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും മൂപ്പന്മാരോടുള്ള നന്ദി ഈ ഒരു അവസരം നൽകിയതിനായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ദൈവത്തിന് നന്ദി.